എന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും രാജകുമാരി ഓരോ കുഞ്ഞിക്കുരു വീതം എടുത്തു വെക്കുവേ. എന്തിനാ? എന്തിനാന്ന് പറ. എന്തിനാ? ശാപമോക്ഷം കിട്ടാൻ. എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ. എന്നിട്ട് രാജകുമാരൻ വന്നോ മോളെ? പിന്നെ രാജകുമാരൻ വന്നു, രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി. എന്നിട്ടോ? എന്നിട്ടെന്താ, രാജകുമാരനും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു. എത്ര നാളാൻ ചോദിക്ക്? എത്ര നാൾ? 900 ദിവസം. അയ്യോ, നല്ല ഒന്നാന്തര കഥ. ഇനി അങ്കിൾ ഒരു കഥ പറയാം. പണ്ട് പണ്ടെന്ന് വെച്ചാ വളരെ പണ്ട്, അങ്കിൾ ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. വള്ളി നിക്കറും ഒക്കെ ഇട്ട് പള്ളിക്കൂടത്തിൽ പോണ കാലം. അപ്പോട്ടോ എനിക്ക് മാത്രം കിട്ടിയില്ല. കള്ളം പറയില്ല, എനിക്കല്ല ആദ്യം തന്നെ. അത് എനിക്കല്ല, കുട്ടനാ. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. കള്ളം പറയില്ല, എല്ലാവർക്കും 2 എണ്ണം തന്നു. ശരി, കരയില്ല, വെച്ചോ. കൊതിച്ചി എനിക്ക് ഇല്ല, ഇനി ആർക്കും ഇല്ല. ഇന്നെന്താ വിശേഷം? ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അപ്പൊ ഇന്ന് പായസം ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. രാജശേഖരങ്ങളിലും ബാലകൃഷ്ണങ്ങളിലും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുവരാം കേട്ടോ. വേണ്ട, ഇതാ വെച്ചോ. അത് അപ്പോ അപ്പോ എനിക്ക് ഒന്നേ കിട്ടുള്ളൂ. ഒന്നുകൂടെ താടാ. എനിക്ക് ഒന്നുകൂടെ താടാ. ചുമ്മാ രേവതിക്ക് കഥ കേൾക്കണ്ടേ? ഇപ്പൊ കിട്ടിയത് കഴിച്ചാ മതി. ഓ, ഞാൻ കഥയുടെ കാര്യ പറഞ്ഞത്. കാർബ്രീസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയാലോ. ഡോക്ടറാണ്. എന്റെ കർത്താവേ, ഇതെന്താകുന്നു? ചൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതെന്താണ്? ഈ സ്പീഡ് കേട്ടോ. ഈ ശൂലം പോലെ ഇരിക്കണാണ് ഈ സ്പീഡ്. അപ്പൊ ഇതെന്താ? ഇത് ക്ലാവർ. ഇത് കണ്ടോ, 2 ഇലയും 1 പൂവും ക്ലാവർ കേട്ടോ. പിന്നെ ഇതെനിക്കറിയാം, ഹാർട്സ്. ഇതങ്ങനെ ഇത് മാത്രം എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ സ്കൂളില് ചേട്ടന്മാര് ചേച്ചിമാർക്ക് എഴുത്തു കൊടുക്കും. ആ എഴുത്തില് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും ഉണ്ടാവും. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. വീട്ടിൽ പായസം വെക്കും, എല്ലാവർക്കും തരാവേ. ചിന്നിന് മാത്രം തരൂല. ചോക്ലേറ്റും വാങ്ങി അതും തരൂല. പായസം ചോക്ലേറ്റ് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കുറെ ആള് കൂടി കിട്ടുമല്ലോ. ഏതായാലും ഒരു പെറ്റി ഷീട്ട് കൂടി വാങ്ങണം, തെന്നാലി ആക്കണം. നമുക്കൊരു കൈ നോക്കല്ലേ, ഒന്ന് മാറട്ടെ. ഈ ഡീസലിന്റെ വില കുറയ്ക്കണം എന്ന് മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം കമാന്നൊരക്ഷരം ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ഒരൊറ്റ ആളെ വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കണതിന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണ്ടോ? നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി കോളനിയിലുള്ള പകുതി ആളുകൾ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടൊന്നുമല്ല, തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളി കൊണ്ടാ. ചീട്ടുകളി അത്രക്ക് മോശം? വളരെ നല്ല കളിയല്ലേ. അവിടെ നീ എവിടെ പോണ്? അതെ, ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒത്തിരി കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ വന്നേക്കാം. ഓൻ പോട്ടെ, നിങ്ങൾ കട്ടേ. ഇതാണ് രാജാവ്, കണ്ടോ തലപ്പാവൊക്കെ. മിണ്ടരുത്, കിരീടം എന്നെ പഠിപ്പിക്കണം. കിരീടം ചൂടിയ രാജാവ്. ഇത് റാണി, ഇത് ജാക്കി. 9. ഇതെന്താ തെരഞ്ഞെടുക്കണേ? രാജകുമാരനും രാജകുമാരിയും ഒക്കെ അവിടെ കൊട്ടാരത്തില്. ഇത് കളിയാണ്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതില് രാജാവും റാണിയും ഉണ്ടാവും. അതെ, ഈ രാജാവിന് മക്കളില്ല, പിന്നെ എവിടെ നിന്നാണ് രാജകുമാരനും രാജകുമാരിയും ഒക്കെ ഉണ്ടാവുക? എനിക്കറിയാം രാജകുമാരി എവിടെയാണെന്ന്. എവിടാ? രാജകുമാരി കുന്നിക്കുരുവും വെച്ച് കാത്തിരിക്കുക. കുന്നിക്കുരും വെച്ച് കാത്തിരിക്കേ? ശാപമോക്ഷം കിട്ടാൻ. നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഇന്ന വേണം ചവിട്ടാൻ. മതി മതി മതി. അക്ബറിക്കയുടെ പടം. എന്റെ അച്ഛൻ ഡീസന്റ് മേനോന്റെ പടം. കൊണ്ടേ അമ്മക്ക് ഓരോ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോട്ടെ. അല്ല, അത് മുഴുവൻ കീറി നശിപ്പിച്ചോ. ഇതിന് വേദന്റെ നെഞ്ഞു കുത്തി പൊളിക്കുക. എന്റെ ഞാനങ്ങ് പേടിച്ചു പോയി. പാവം പപ്പേന്റെ പേടിക്കട്ടെ. രേവതി കുട്ടിയാ ഞാൻ. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനേ ചിന്നുവിനെ പോയി പേടിപ്പിച്ചിട്ട് വരാട്ടോ. ആരടുത്തും പറയല്ലേ, പേടിപ്പിച്ചിട്ട് വരാതെ. ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല.
എന്താടാ എടാ 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 എന്താ എന്താ കാര്യം എന്താ കാര്യം നിനക്ക് അറിയില്ലല്ലേ മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ലോ എടാ, നിന്നെ ഞാൻ ഇപ്പൊ മനസ്സിലായടാ നിങ്ങൾ കാര്യം എന്താണെന്ന് പറ കാര്യം എന്താണെന്നോ അയ്യോ, ഇപ്പൊ മനസ്സിലായോ നിനക്ക് വാപ്പാ മേനെ നിങ്ങൾ ഒരാളെ തല്ലുന്നു. അയാള് കള്ളുകുടിച്ച് വേളം വെക്കുന്നതായിരിക്കും. ഒന്ന് പോയി നോക്ക് വാപ്പാ. അയാൾ തല്ലി കൊന്നാലും ശരി ഈ കളി തീരാതെ അക്ബറിട്ട് പോണ പ്രശ്നമല്ല അവിടെ ആ മതി മതി അടിച്ചിട്ട് കൈതാ മനസ്സിലായില്ല ഇന്ന് ഞാൻ നിങ്ങൾ കാര്യം മനസ്സിലാക്കി പറഞ്ഞിട്ട് ഇരിക്കുക. അയ്യോ ഇന്ന് മനസ്സിലാക്കി അയ്യോ, തരാം. അയ്യോ, കൊല്ലണം ഞാൻ. അയ്യോ, കൊല്ലരുത്. അയ്യോ അയ്യോ മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായില്ല എടാ, മനസ്സിലായില്ല. അയ്യോ, മനസ്സിലായി മനസ്സിലായി എന്ത് മനസ്സിലായി നിങ്ങൾക്ക് എന്തോ പെശ കൊണ്ടത് മാനമര്യാദക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവിടെ അല്ലേ ഭാര്യാവർത്തകം വരെ ജീവിക്കാൻ പറ്റില്ല അയ്യോ, അയ്യോ, ആണെങ്കിലല്ലേ നീ ഇന്ന് ശരിക്കും പഠിച്ചിട്ട് മനസ്സിലായി എടി നിന്നെ നോക്കിയല്ലേ ഇവൻ കയ്യും കലാശവും കാണിച്ചത് എന്റെ പൊന്ന് അക്ബറക്കാൻ ഞാൻ മര്യാദക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാണ് എന്നെ വെറുതെ നേരത്തെ തുടങ്ങിയോ? അയ്യോ സത്യമായിട്ടില്ല പോയി അല്ല സംസു നീ ഇപ്പൊ ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നത് ഞായറാഴ്ച എന്റെ കട തുറക്കൂല അപ്പൊ ഞാൻ റോഡുകളിലൂടെ എങ്ങനെ മര്യാദക്ക് നടക്കാൻ ഇറങ്ങും അതാണ് എന്റെ ഒരു നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ല് കിട്ടുന്നത് അതെ സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ അറിയോ അതെനിക്കറിയില്ലേ നീ ഒരു കാര്യം ചെയ്യ് വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ നമുക്കൊന്ന് ഷീട്ട് കളിക്കാം ഈ ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാ ലൈഫ് ഈസ് പ്ലേ ആൻഡ് എൻജോയ് എന്നാ വാ വാ അമ്മ വേഗം ഇറങ്ങിയില്ലെങ്കിലേ വണ്ടി അതിന്റെ പാട്ടിന് പോകും. എല്ലാം എടുത്ത് വെക്കണ്ടേ ബാല? ഈ അച്ചാറും ഉപ്പേരിയൊക്കെ ബോംബെയിലും കിട്ടുമല്ലോ. ബോംബെ കിട്ടും, പക്ഷേ ഇതിന്റെ രുചി വേറെയാ. അത് ശരിയാ അല്ല ഇതെന്തുവാ? അവലൂസ് പൊടി പവിത്രന് വലിയ ഇഷ്ടാ. അതിൽ വെക്ക. പോകലെ കണ്ടിട്ട് അമ്മ ബോംബെ തിരിച്ചു വരുന്ന ലക്ഷണം ഇല്ലല്ലോ. ഹേയ്, സുഭദ്രയുടെ പ്രസവം കഴിഞ്ഞാ ഏരിയ 2 ആഴ്ച, അതിനുള്ളിൽ ഞാനിവിടെ എത്തും. എത്തിയില്ലെങ്കിലേ ഏതെങ്കിലും ഒരു പെണ്ണേം താമസിപ്പിച്ച് ഞാനിവിടെ അങ്ങ് കൂടും. ഓ പിന്നെ ഞാൻ വന്നാലേ ചൂലെടുക്കും. അമ്മ ബോംബെയിലൊന്ന് അന്വേഷിക്ക്, ഇവന് പറ്റിയ നല്ല സ്റ്റൈലും പരിഷ്കാരി പെണ്ണുങ്ങളുണ്ടാവും. അതൊന്നും വേണ്ട, ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാമ്മേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ദേ ഇതും കൂടെ എടുത്തോ. ബാലകൃഷ്ണ ഒന്ന് സഹായിക്കടാ, ഒരു കൊച്ചു ബാഗ് എടുത്തോണ്ട് അവനങ്ങ് പോയി. ബാല, നീ സമയത്തിന് വല്ലതും കഴിക്കണേ. രാജാ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട. വയറ് വശന്നാൽ എനിക്ക് കണ്ണ് കണ്ടുകൂടെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ലേ രേവതിയുടെ? അവളാ ചിന്നുന്റെ വീട്ടിൽ വല്ലതും കാണും. ഞാനും വരാം സ്റ്റേഷനിലേക്ക്. കേറിക്കോ. അയ്യോ എന്റെ അയ്യോ, ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ചിരിക്കല്ലേ, എനിക്ക് മറന്നുപോയേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ഈ പെരുമ്പാമ്പിനെ കെട്ടിയിടാ. ഞാൻ പറയാം, മറന്നുപോയതാണ്, ഞാൻ പറയാവേ. ഈ പെരുമ്പാമ്പിനെ കെട്ടിയിട്ട് ആരും ഞാൻ പഠിച്ചുതരാം. ഇതും പൊട്ടിക്കും, എല്ലാം പൊട്ടിക്കും, എല്ലാം ഇതും പൊട്ടിക്കും. ആരടി കിട്ടിയിട്ടുണ്ട് ഇവന് ഒരുത്തം കെട്ടോളെ. പ്രായം കൂടുന്തോറും പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക. എന്തുള്ള പുറപ്പാടാ? ഞാനല്ല, ഇവനാ. അയ്യടാ നിക്കണ കണ്ടില്ലേ? ഒരെണ്ണം അങ്ങോട്ട് വെച്ചേരാ വേണ്ടത്. പോയിക്കോടുന്ന അവിടെ നിൽക്കടാ. അവന്റെ കണ്ണടയും മീശയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലടാ. ഞാനല്ല, ചെരച്ച് ചെരച്ച് തന്തയുടെ മോന്തക്ക് കയറിയാണോ ചെറ? പോടാ 4 10 പൈസക്കാരൻ മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട്.